പൊതുവേ ഞാൻ പല വിദേശയാത്രകളിലും നടത്തിയിട്ടുള്ള ആളാണ്. അവിടെ ഒന്നും ഇല്ലാത്ത തരത്തിൽ തെരഞ്ഞെടുപ്പ് ഉത്സവം ആണ് ഇന്ത്യയിൽ നടക്കുന്നത്. അത് ഏറ്റവും അധികം നടക്കുന്നത് കേരളത്തിലാണ്. ഒരു കാരണവശാലും ഒരു മൂന്നാം ഊഴത്തിന് പിണറായി ഗവൺമെൻറ്റിന് അർഹതയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. BJP വന്നാൽ അതിൻ്റെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രമാണ്, അത് മതരാഷ്ട്രമാണ്. ഞാൻ അതിനെതിരാണ്. അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം വരികയാണ്. ഇപ്പം എന്താ ഉണ്ടായത്? പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായിയാണ്, ഗവൺമെൻറ് എന്ന് പറഞ്ഞാലും പിണറായി. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി മോഹൻലാലിന് 10 ലക്ഷം ഉറുപ്പ്യാണ്. ആ അവാർഡ് കിട്ടിയ വകയിൽ മോഹൻലാലിന് സ്വീകരണം കൊടുത്തു. അതിന് 2,82 ലക്ഷം ഉറുപ്പ്യ ചിലവാക്കി. അതിന് ഇവർ തുടർച്ചയായിട്ട് ഭരിച്ചാണല്ലോ ബംഗാൾ, ഇവർ തുടർച്ചയായിട്ട് ഭരിച്ചാണല്ലോ ത്രിപുര. അത് നോക്കിയാൽ മതി. ഉദാഹരണം, ബംഗാളിൽ നിന്ന് ഇവിടെ വന്നിട്ട് പിന്നെ ചെങ്കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിപ്പിക്കുകയാണ്. വളരെ പരിഹാസ്യമുള്ള കാര്യമാണ്. ശൈലജ ടീച്ചറുടെ ആരോഗ്യ വകുപ്പിനേക്കാൾ മോശമല്ലേ വീണ ജോർജിൻ്റെ ആരോഗ്യവകുപ്പ്? അപ്പോൾ പാർട്ടിയും ഭരണവും ഗവൺമെൻറ്റും ഒക്കെ തൻ്റെ പിടിയിൽ ഒതുക്കുക എന്നുള്ള ശ്രീ പിണറായി വിജയൻ്റെ കേന്ദ്രീകരണ സ്വഭാവം കൊണ്ട് അതൊക്കെ വന്നു. തൻ്റെ കൂടെ 5 കൊല്ലം ജോറായിട്ട് മന്ത്രിയായിരുന്ന ഒരു അഴിമതിയും ആക്ഷേപവും കേൾക്കാത്ത ഒരാളാണ് സുധാകരൻ. 63 കൊല്ലം CPM-നോട് വർക്ക് ചെയ്ത ആളാണ്. അതെന്താ പറഞ്ഞത്? ചെറ്റത്തരം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗാന്ധിയോടും നെഹ്റുവിനോട് അത്ര ബഹുമാനമുള്ള ആളാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. പിന്നീട് അവരുടെ കേസ് വന്നപ്പോൾ വാദിച്ചത്, കോടതിയിൽ വാദിച്ചത് നെഹ്റു വക്കീലായിരുന്നല്ലോ. നെഹ്റു ഗാന്ധിയൊക്കെ പഠിച്ചത് വക്കീൽ ഭാഗം അറിയില്ലെങ്കിൽ താടി പഠിക്കാൻ പോയിക്കൂടെ. അപ്പോൾ താടി പഠിക്കാൻ ഒരു മോശപ്പെട്ട പണിയാന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും സുഭാഷ് കാണിച്ചത്, അങ്ങനെ പറയേണ്ടി വന്ന് എനിക്ക് ഖേദമുണ്ട്, അദ്ദേഹം കാണിച്ചത് അബദ്ധമായിരുന്നു. ഭാഗ്യവശാൽ അത് വിജയിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ബ്രിട്ടീഷുകാരെക്കാൾ എത്ര ക്രൂരന്മാരാണ് ജപ്പാൻകാരെന്ന് അന്തമാനിൽ ചെന്ന് ഏതെങ്കിലും സ്ഥലത്തുകൾ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു കേട്ടാൽ മനസ്സിലാവും എവിടേക്കാണ് എന്തൊക്കെ ആക്രമണങ്ങളെ കാണിച്ചത്. അപ്പോൾ അവിടെ സെല്ലുലാർ ജയിൽ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് മൈതാനുണ്ട്. അവിടെയാണ് അദ്ദേഹം ഇന്ത്യയുടെ പതാക ഉയർത്തിയത്, സ്വതന്ത്രമായി നടത്തൽ. ഇപ്പോഴും മൈതാനത്തിന് പേരതാണ്. അതിൻ്റെ തൊട്ടടുത്താണ് സെല്ലുലാർ ജയിൽ. സെല്ലുലാർ ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരുന്നതിൻ്റെ വലിയൊരു ഫോട്ടോ. അന്ന് ജപ്പാൻകാർ അവിടുത്തെ ഇന്ത്യക്കാരോട്, അന്തമാനികളോടും നിക്കോബാരികളോടും കാണിച്ച അക്രമങ്ങളൊക്കെ സുഭാഷ് ചന്ദ്രബോസ് അറിഞ്ഞില്ല എന്നാണ് അവിടുന്ന് ഞാൻ കേട്ടത്. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ബ്രിട്ടീഷുകാരെക്കാൾ എന്തുകൊണ്ടും ക്രൂരന്മാരാണ് ജപ്പാൻകാർ എന്നുള്ള ഇവിടെ തർക്കമല്ല. ഇപ്പോൾ പുറത്തുള്ളൊരു ശക്തി താരതമ്യേന ഭേദപ്പെട്ട കൂട്ടരാണ് ബ്രിട്ടീഷുകാർ, തമ്മിൽ ഭേദം എന്നൊക്കെ പറയുന്നത്. അല്ല, അവരോട് കമ്പയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ബോസ് കാണിച്ചത് ഒന്നത് വിജയിക്കുമായിരുന്നില്ല, അബദ്ധമാണ് കാണിച്ചത്. അതിലിപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാൾ, നമ്മുടെ NN പിള്ള എന്നുള്ള നാടകീർത്ത്, ആ സൈന്യത്തിൽ പൊരുതിയ ഒരാളാണ്. അദ്ദേഹം സിംഗപ്പൂർ ജോലിക്ക് വേണ്ടി പോയിട്ട് അവസാനം ഇതിൽ ചേർന്നു, മേജറായി. അദ്ദേഹത്തെ മേജറാക്കിയ സുഭാഷ് ചന്ദ്രബോസാണ്. പിന്നെ അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെയാണ് തൂക്കിക്കൊന്നത്, വക്കം ഖാദർ. കേട്ടിട്ടുണ്ടോ? വക്കം ഖാദർ ചെറിയ പയ്യനാകുമ്പോൾ അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. ഈ കൂടുതൽപ്പെട്ട ആളാന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് തിരിച്ചറിഞ്ഞപ്പോൾ. ഈ വക്കത്തിനൊരു പ്രശ്നമുണ്ട്. വക്കം അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ് 3 പേരുണ്ട്. ഒന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി, 2 അദ്ദേഹത്തിൻ്റെ മകൻ പ്രസിദ്ധ നിരൂപകൻ വക്കം അബ്ദുൽ ഖാദർ, 3 ഈ സ്വാതന്ത്ര്യ സേനാനി വക്കം ഖാദർ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. INA-യിൽ ഒരു പോരാളിയായിരുന്നു വക്കം ഖാദർ. പക്ഷെ നമുക്കിനി ഈ കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിൽ ഭയങ്കര ചൂടിൻ്റെ, അതിശക്തമായ ഉഷ്ണത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മളുടെ നടുപൊള്ളിക്കുന്ന തരത്തിൽ സൂര്യൻ്റെ ചൂടും, മറ്റൊന്ന് തിരഞ്ഞെടുപ്പിൻ്റെ ചൂടാണ്. ഇപ്പോൾ നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM നേതൃത്വം നൽകുന്ന LDF സർക്കാർ 10 വർഷം പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ മാഷിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ LDF സർക്കാരിന് ഇനിയൊരു ടേം കൂടി തിരഞ്ഞെടുക്കപ്പെടാനുള്ള അർഹതയുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ കൂടെ തന്നെ അവർ തിരഞ്ഞെടുക്കപ്പെടുമോ എന്നുള്ളതും കൂടിയാണ്. ചൂടിൻ്റെ കാര്യം കേരളത്തിൽ ഇപ്പോൾ നമ്മളാ ഉത്തരവാദിയാണ്. ഇവിടുത്തെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇത്രയും ശീതോഷ്ണാവസ്ഥ, ശരിക്കും എയർ കണ്ടീഷനായിരുന്നു കേരളം. 44 വൻ നദികൾ, ധാരാളം തോടുകൾ, അനേകം കായലുകൾ, അനേകായിരം കുളങ്ങൾ, അനേകം ലക്ഷം കിണറുകൾ, ജലസമൃദ്ധമാണ് കേരളം. പിന്നെ സസ്യസമൃദ്ധമായിരുന്നു, വൃക്ഷസമൃദ്ധമായിരുന്നു. ഇപ്പം എന്തുണ്ടായി? മരങ്ങൾ മുറിച്ചു, കാടുകൾ നശിപ്പിച്ചു. എല്ലാ പഞ്ചായത്തിലും ഞാൻ വിചാരിക്കുന്നത് കോറികളുണ്ട്, നദീതരങ്ങളിൽ നിന്ന് മണൽ വരുന്നു. ഇപ്പോൾ ചാലിയാർ എന്തായി?
അല്ലെ നിളാനദി എന്തായി, അല്ലെ പെരിയാർ എന്തായി? കാരണം എല്ലാ കുപ്പയും വലിച്ചെറിയുന്ന ഒരു പ്രദേശമാണ് നദി എന്നാണ് നമ്മുടെ വിചാരം. അപ്പോൾ നമ്മൾ ജലസ്രോതസ്സുകൾ മുഴുവൻ നമ്മൾ നാശമാക്കി. പിന്നെ ഇപ്പോൾ വയനാട്ടിൽ പോയി നോക്കുക. വയനാട്ടിൽ ഞാൻ കുറച്ചു കാലം ജോലി ചെയ്താ 1968. അന്ന് ശരിക്കും അവിടെ തണുക്കും. ഇപ്പോൾ ഇവിടുത്തെ മാതിരി തന്നെ. അപ്പോൾ ഈ വനഭൂമികൾ മുഴുവൻ വെള്ളഭൂമികളാക്കി. ആ വെള്ളഭൂമികൾ പിന്നീട് നികത്തിയിട്ട് ഒക്കെ ബിൽഡിങ്ങുകൾ, വീടുകൾ. ഇവിടെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും താമസിക്കുന്ന ആൾക്ക് വീട് ഇവിടെ ഉണ്ട്. അതൊക്കെ അന്തസ്സിൻ്റെ ഭാഗമായിട്ട് കോടികൾ ചിലവാക്കി വീട്. അപ്പം മലബാറിലും അതെ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റി നമുക്ക് വലിയ പരിഹാസമാണ്. ഉരുൾപൊട്ടുമ്പോഴാണ് നമ്മൾ ഇത് ആലോചിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ വനനശീകരണം, നദീ നശീകരണം, പരിസ്ഥിതി നാശം. ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിനും പരിസ്ഥിതി നയം സാധനമില്ല. LDF ആവട്ടെ, UDF ആവട്ടെ, BJP ആവട്ടെ, അവരൊക്കെ ഇതിനൊക്കെ എതിരാണ്. അപ്പോൾ നമുക്ക് ആണവ നിലയങ്ങൾ വേണം, അണക്കെട്ടുകൾ വേണം. അണക്കെട്ടില്ലാതെ, നദി നാശമാക്കാതെ, കാട് വെട്ടാതെ, മരം നശിപ്പിക്കാതെ വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. അതാണ് ചൂടിൻ്റെ ഒരു കാര്യം. അതിന് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം, പൊതുവേ ഞാൻ പല വിദേശയാത്രകളിലും നടത്തിയിട്ടുള്ള ആളാണ്. അവിടെ ഒന്നും ഇല്ലാത്ത തരത്തിൽ തെരഞ്ഞെടുപ്പ് ഉത്സവം ആണ് ഇന്ത്യയിൽ നടക്കുന്നത്. അത് ഏറ്റവും അധികം നടക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഗ്രാമനഗര ഭേദമില്ലാതെ എല്ലായിടത്തും, ഇപ്പോൾ ബോംബെ നഗരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾ 10-50 കിലോമീറ്റർ അപ്പുറത്തേക്ക് എന്ന ഒരു സ്ഥലത്തുണ്ടാവില്ല. അവർക്ക് അവരുടെ പണിയുണ്ടാവും. ഇവിടെ വേറെ പണിയൊന്നുമില്ല. എന്താ പണി? TV കാണുക, ഫേസ്ബുക്ക് നോക്കുക, വാട്സപ്പ് നോക്കുക, യൂട്യൂബ് നോക്കുക, ഇൻസ്റ്റഗ്രാം നോക്കുക. പിന്നെ ഒരു മാധ്യമം തന്നെ ജീവിതം എന്ന് എൻ്റെ സുഹൃത്ത് KK ഹിരൺ ഒരിക്കൽ പറയുന്നത്. മലയാളിയുടെ മാധ്യമം തന്നെ ജീവിതം. മാധ്യമ ജീവികളാണ്. ഇപ്പോൾ ദിനപത്രങ്ങളാണ് കുറഞ്ഞു വരുന്നത്. അതിന് മാത്രം മറ്റെടുത്ത് കൂടുന്നുണ്ട്. സോഷ്യൽ മീഡിയ. അപ്പോൾ ഈ അളവിൽ അത്യാവശ്യത്തിനും ആവശ്യത്തിനും അനാവശ്യത്തിനും രാഷ്ട്രീയം ചർച്ച ചെയ്യാം. അതിപ്പോൾ നുണ ഏതാണ്, നേരെ ഏതാണെന്ന് തിരിയാത്ത മട്ടിൽ, അസത്യം ഏതാണ്, അർദ്ധസത്യം ഏതാണ്, അതിശയോക്തി ഏതാണെന്ന് തിരിയാത്ത മട്ടിലായിട്ട് കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ ഇലക്ഷൻ്റെ കാര്യം, ഒരു കാരണവശാലും ഒരു മൂന്നാം ഊഴത്തിന് പിണറായി ഗവൺമെൻറ്റിന് അർഹതയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒന്നാം പിണറായി ഗവൺമെൻറ് താരതമ്യേന വളരെ ഭേദമായിരുന്നു. രണ്ടാം പിണറായി ഗവൺമെൻറ് വരാതിരിക്കുകയാണ് അവർക്കും നമ്മുടെ നാടിനും നല്ലതെന്ന് ഞാൻ വിചാരിച്ചത്. ഞാനന്ന് പറഞ്ഞു. അതിൻ്റെ ദേഷ്യം എന്നോടുണ്ട്. ദേഷ്യം സ്വാഭാവികമാണ്. കാരണം കേരളത്തിന് നല്ലത് LDF, UDF ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ്. അതിൻ്റെ ഒരു ഗുണം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് BJP കടന്നു വരില്ല. അതൊരു പ്രധാന കാര്യമാണ്. BJP വന്നാൽ എന്താ കുഴപ്പം? BJP വന്നാൽ അതിൻ്റെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രമാണ്, അത് മതരാഷ്ട്രമാണ്. ഞാൻ അതിനെതിരാണ്. പിന്നെ ഇവർക്ക് എന്താ പ്രശ്നം? ഇവർക്കിപ്പോൾ LDFന് ചില ഗുണങ്ങളുണ്ട്, ചില ദോഷങ്ങളുണ്ട്. UDFന് ചില ഗുണങ്ങളുണ്ട്, ചില ദോഷങ്ങളുണ്ട്. ഇവർക്ക് ആർക്കും ഭരണ തുടർച്ച കിട്ടുന്നതാണ് എൻ്റെ അഭിപ്രായം. ചീത്തയാവും. ഇപ്പോൾ ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ളതിനേക്കാൾ LDFും CPM രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചീത്തയായിട്ടുണ്ട്. അതിലിപ്പോൾ ആലോചിച്ച് നോക്കൂ, എത്ര നേതാക്കന്മാരിപ്പോൾ ഒതുക്കപ്പെട്ടു. P. ജയരാജൻ, EP ജയരാജൻ, MV ജയരാജൻ, G. സുധാകരൻ, തോമസ് ഐസക്ക്, ശൈലജ ടീച്ചർ, ആരൊക്കെ മുതിർന്ന നേതാക്കന്മാരൊക്കെ ഒതുങ്ങിയല്ലോ. കാരണം രണ്ടാം പിണറായി സർക്കാർ വരുമ്പം എന്താ ഉണ്ടാവുന്നത്? അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം വരികയാണ്. ഇപ്പം എന്താ ഉണ്ടായത്? പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായിയാണ്, ഗവൺമെൻറ് എന്ന് പറഞ്ഞാലും പിണറായിയാണ്. ഈ അളവിൽ വ്യക്തിപൂജ ജനാധിപത്യ വിരുദ്ധാണത്. ഇപ്പോൾ P. ജയരാജനെ പറ്റി ഒരു പാട്ട് വന്നപ്പോൾ അവർ വാൺ ചെയ്തു, താക്കീത് കൊടുത്തു. VS അച്യുതാനന്ദൻ പാർട്ടിക്കും ഗവൺമെൻറ്റിനും അപ്പുറത്ത് വ്യക്തിപൂജ വളർത്തുന്നത് വലിയ പരാതിയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും പിണറായിയെ പറ്റി ഇല്ലല്ലോ, ആരും മിണ്ടുന്നില്ലല്ലോ. പിണറായിയെ പറ്റി ഇപ്പോൾ കാരണഭൂതം എന്നുള്ള പാട്ട് ഓർമ്മയില്ലേ? അങ്ങനെ ഏതൊക്കെ ഇപ്പോൾ ഈ പരസ്യങ്ങളൊക്കെ എന്താ സ്ഥിതി? ദിനപത്രങ്ങൾ ദിവസം വരുന്ന ബസ്സിൻ്റെ പുറത്തുള്ള പരസ്യം, റോഡിലുള്ള പരസ്യം, TV പരസ്യം അല്ലേ? ഇപ്പം എന്താണ്, മോഹൻലാലിനെയും പിണറായിയും കൂട്ടി ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അതിന് ലക്ഷക്കണക്കിന് രൂപ ചെലവില്ലേ? മോഹൻലാൽ വെറുതെ പണിയെടുക്കും. അത് പെയ്ഡ് വർക്കല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് കുട്ടികളോട് ഇഷ്ടമാണ്, അദ്ദേഹത്തിന് നായ്ക്കളോട് ഇഷ്ടമാണ്, അദ്ദേഹം വളരെ സൗമ്യനാണ്, അദ്ദേഹം വളരെ ഭൂതതയുള്ള ആളാണ് എന്നൊക്കെ കാണിക്കുന്ന പണി നേരത്തെ എടുത്ത ആൾ ഹിറ്റ്ലറാണ്. അദ്ദേഹത്തിന് ഒരാളോട് സ്നേഹം ഉണ്ടായിരുന്നില്ല.
വല്ലതുണ്ടായിരുന്നെങ്കിൽ നായയോടാണെന്നാണ് ചരിത്രകാരന്മാർ എഴുതി ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം കുട്ടികളെ ലാളിക്കുന്ന ചിത്രങ്ങൾ, അദ്ദേഹം നായ്ക്കളെ താലോലിക്കുന്ന ചിത്രങ്ങൾ, ഇതൊക്കെ ധാരാളം കൊടുത്തിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ പ്രതിച്ഛായ നിർമ്മാണം കോടിക്കണക്കിന് ഉറുപ്പ്യ വേണം, ഒരുപാട് സമയം വേണം, ഒരുപാട് ഊർജം വേണം. അതൊക്കെ ചിലവാക്കിയിട്ട് അതൊക്കെ വളരെ ജനാധിപത്യ വിരുദ്ധമായ ഏർപ്പാടാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ PRDയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് മുൻ ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുന്നതിൽ പരസ്യം കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ ജനാധിപത്യ വിരുദ്ധമാണ്. നിങ്ങൾക്ക് പ്രസംഗിക്കാം, അതിന് എൻ്റെയും നിങ്ങളുടെയും പണമെടുത്തിട്ടായി ചിലവാക്കണതേ. PRD എന്ന് പറഞ്ഞത് നമ്മുടെ നികുതിയാണല്ലോ, അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി മോഹൻലാലിന്, 10 ലക്ഷം ഉറുപ്പ്യാണ്. ആ അവാർഡ് കിട്ടിയ വകയിൽ മോഹൻലാലിന് സ്വീകരണം കൊടുത്തു. അതിന് 2,82 ലക്ഷം ഉറുപ്പ്യ ചിലവാക്കി. 2,82 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് സ്വീകരണം കൊടുക്കുന്നത്. കാരണം അതിനൊക്കെ പരസ്യം കൊടുക്കണം, പത്രങ്ങളിലും TV യിലും ബാക്കിലെടുത്തൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. എന്നിട്ടാണ് അപ്പം അതൊക്കെ ആ ഒരു അവസരം ഉപയോഗിച്ചിട്ട് സ്വന്തം പബ്ലിസിറ്റി. KSRTC ബസ് കണ്ടിട്ടില്ലേ? എവിടെയൊക്കെ ഒക്കെ വളരെ പരിഹാസ്യമല്ലേ? അപ്പോൾ അർഹതയില്ലെങ്കിലും അല്ല, LDF തുടരാൻ ഒരു അർഹതയില്ല. അതിന് പ്രധാന കാരണം അത് തുടർച്ച പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇവർ തുടർച്ചയായിട്ട് ഭരിച്ചാണല്ലോ ബംഗാൾ, ഇവർ തുടർച്ചയായിട്ട് ഭരിച്ചാണല്ലോ ത്രിപുര. അത് നോക്കിയാൽ മതി. ഉദാഹരണം, 33 കൊല്ലം ബംഗാളിൽ തുടർച്ച കിട്ടിയല്ലോ, 23 കൊല്ലം ത്രിപുരയിൽ തുടർച്ച കിട്ടിയല്ലോ. എന്നിട്ടൊക്കെ എന്താ ഉണ്ടായത്? ഇപ്പോൾ വലിയ തമാശല്ലേ? ആ ബംഗാളിലുള്ള മനുഷ്യന്മാർ ഈ കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും നാട്ടുംപുറങ്ങളിലും ഒരു പണ്ടത്തെ ഭാഷയെ പറഞ്ഞാൽ കുഗ്രാമമാണ് കാരശ്ശേരി. ഇവിടെയും കൂടി ബംഗാളികളാണ്. ഇവിടെ മുക്കത്ത് ഹോട്ടലിൽ, മുക്കത്ത് ബാർബർ ഷാപ്പിൽ, ഇവിടെ പള്ളിയിലൊക്കെ ബംഗാളികളുണ്ട്. ഖുർആൻ ഓതാനൊക്കെ അറിയുന്ന ബംഗാളികൾ. അവരെ കൊണ്ട് MV ഗോവിന്ദൻ മാഷക്ക് സിന്ദാബാദ് വിളിപ്പിക്കുകയാണ്. ഏത് അവിടെ സിന്ദാബാദ് വിളിച്ചതിൻ്റെ കഷ്ടത്തിനാണ് അവൻ ഇവിടെ വന്നത്. ആലോചിച്ച് നോക്കൂ. ബംഗാളിൽ നിന്ന് ഇവിടെ വന്നിട്ട് പിന്നെ ചെങ്കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിപ്പിക്കുകയാണ്. വളരെ പരിഹാസ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ UDF വന്നാൽ എല്ലാം ശരിയായിരിക്കുമോ? അങ്ങനെയൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. UDF വരട്ടെ, വന്നാൽ നമുക്ക് അന്ന് അവരെ വിമർശിക്കാം. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ എന്നും പ്രതിപക്ഷത്തുള്ള ഒരാളാണ്. ഞാനീ പറഞ്ഞ 5 കൊല്ലത്തെ കാര്യമാണ്. 5 കൊല്ലത്തെ കാര്യമാണ്. ഈ 5 കൊല്ലം UDF ഭരിക്കട്ടെ, അടുത്ത 5 കൊല്ലം LDF ഭരിക്കട്ടെ എന്ന് ഞാൻ പറയാം. കാരണം ഇവർ ചീത്തയാവും, മനുഷ്യൻ മാറും. അധികാരം, പണം, പ്രസിദ്ധി ഇതൊക്കെ കിട്ടിയാൽ മനുഷ്യൻ ചീത്തയാവും. ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടൊക്കെ അപജയം വരും, ജീർണത വരും. ആ ജീർണത വരാതിരിക്കണമെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് മാറണം. നല്ല ഉദാഹരണമാണ് ബംഗാൾ, നല്ല ഉദാഹരണമാണ് ത്രിപുര, നല്ല ഉദാഹരണമാണ് റഷ്യ. സ്റ്റാലിനൊക്കെ ഭരണത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു? പക്ഷെ മാഷപ്പം ബംഗാളിൽ ഇങ്ങനെ സംഭവിച്ചു, ത്രിപുരയിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കണം എന്നില്ലല്ലോ. അല്ല, നമുക്ക് അനുഭവം ഉണ്ടല്ലോ. 1-ാം പിണറായി സർക്കാരിനേക്കാൾ മോശമായില്ലേ 2-ാം പിണറായി സർക്കാർ? അത് നോക്കിയാൽ മതിയല്ലോ. ബംഗാളൊന്നും വേണ്ട. 1-ാം പിണറായി സർക്കാരിനേക്കാൾ മോശമായി 2-ാം പിണറായി സർക്കാർ. അതിവിടെ ആരും സ്വകാര്യമായിട്ട് LDF പോലും അത് അംഗീകരിക്കും. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ശൈലജ ടീച്ചറുടെ ആരോഗ്യവകുപ്പിനേക്കാൾ മോശമല്ലേ വീണ ജോർജിൻ്റെ ആരോഗ്യവകുപ്പ്? അതിപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ലേ? ആണല്ലോ. ശൈലജ ടീച്ചർ എന്തിനാ മാറ്റിയത്? എന്ത് കുറ്റം ചെയ്താൽ മാറ്റിയത്? അപ്പോൾ തോമസ് ഐസക്ക് അദ്ദേഹത്തിന് എന്ത് കുറ്റങ്ങൾ ചെയ്തിട്ടാണ് അദ്ദേഹം ധനകാര്യ വകുപ്പിൽ നിന്ന് മാറിയത്? അല്ലെങ്കിൽ G. സുധാകരൻ എന്തിനാ മാറ്റിയത്? അപ്പോൾ പാർട്ടിയും ഭരണവും ഗവൺമെൻറ്റും ഒക്കെ തൻ്റെ പിടിയിൽ ഒതുക്കുക എന്നുള്ള ശ്രീ പിണറായി വിജയൻ്റെ കേന്ദ്രീകരണ സ്വഭാവം കൊണ്ട് അതൊക്കെ വന്നത് അല്ലേ? എന്താ എന്താ തോന്നുന്നു? അപ്പം മാഷിപ്പം ഇങ്ങനെ ഒരു കേരളത്തിൽ ഈ പിണറായിയിലേക്ക് കേന്ദ്രീകരിച്ചു ഒരു അക്ഷരം. ഇപ്പോൾ പിണറായിക്ക് ഒരു തെറ്റുപറ്റി എന്ന് വിചാരിക്കാൻ ധൈര്യമുള്ള ആൾ ആ പാർട്ടിയിലുണ്ടോ, ആ മുന്നണിയിലുണ്ടോ? അതിനാർക്കും വിമർശിക്കാൻ പറ്റില്ലല്ലോ. ഇവരൊക്കെ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ മുതിർന്നൊരു CPM-ൻ്റെ നേതാവാണ് ആയിരുന്നു G. സുധാകരൻ. അദ്ദേഹത്തെ വിമർശിക്കാം. പിണറായിക്ക് അതിന് അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. തൻ്റെ കൂടെ 5 കൊല്ലം ജോറായിട്ട് മന്ത്രിയായിരുന്ന ഒരു അഴിമതിയും ആക്ഷേപവും കേൾക്കാത്ത ഒരാളാണ് സുധാകരൻ. 63 കൊല്ലം CPM-നോട് വർക്ക് ചെയ്ത ആളാണ്. അതെന്താ പറഞ്ഞത്? ചെറ്റത്തരെന്നാണ് പറഞ്ഞത്. വിമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളില്ലേ, അതൊക്കെ രാഷ്ട്രീയമായി വളരെ തെറ്റായ വാക്കല്ലേ? ചെറ്റാന്നുള്ളതിന് ചെറുതെന്നാണ് അർത്ഥം. ചെറ്റക്കുടി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ കുടിയിലാണ്. അതിപ്പോൾ സുധാകരൻ തന്നെ പറഞ്ഞു. നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പണ്ടെന്താ പറയുക, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ താടി പഠിക്കാൻ പോയിക്കൂടെ. അപ്പോൾ താടി പഠിക്കാൻ ഒരു മോശപ്പെട്ട പണിയാന്ന് അതിൻ്റെ അർത്ഥം.
നമ്മൾ പറയുന്നൊരു വാക്കാണ്. അതൊക്കെ ഏത് കണ്ണുപൊട്ടെന്ന് അറിയാം. ഇത് കണ്ണുപൊട്ടന്മാർക്ക് ഒന്നും അറിയില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതെ അതെ അതെ. അല്ല കണ്ടോ, ഇപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ധാരാളം കേൾക്കുന്നത് ചെയർമാൻ അധികാരി പണി കിട്ടിയ മാതിരി. ചെയർമാൻ ഒരിക്കലും അധികാരി പണി കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. ചെയർമാൻ അധികാരി പണി കിട്ടും. ജനാധിപത്യമാണത്. മറ്റത് ഫ്യൂഡലിസമാണ്, ജന്മിയുടെയാൻ വ്യവസ്ഥയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ പറയാൻ പാടില്ല. അത് ആര് പറഞ്ഞാലും മുഖ്യമന്ത്രി പറയരുത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ലോകം മുഴുവൻ കേൾക്കല്ലേ. അപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാരൊക്കെ എങ്ങനെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഒക്കെ വളരെ മോശമാണ്. അപ്പോൾ ഇതൊക്കെ അധികാരം മത്ത് തലയ്ക്ക് പിടിക്കും അത് തുടർന്നാൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റി മോദിക്ക് നിങ്ങൾ വിചാരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം മൂന്ന് തവണയായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയില്ലെന്ന് ചോദിക്കും. അപ്പോൾ ഭൂരിപക്ഷം പറയുന്നത് ശരിയാണോ? അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അപ്പം അതുകൊണ്ട് ഭരണമാറ്റം എന്നുള്ളത് കേരളത്തിന് നല്ലതാണ്, UDF നല്ലതാണ്, CPM നല്ലതാണ്. ഞാൻ പറഞ്ഞു ഇത്തവണ UDF വന്നാൽ അടുത്ത തവണ LDF വരണമെന്ന് ഞാൻ പറഞ്ഞു, വരണ്ടെന്നല്ല. പക്ഷേ ഈ കേരളത്തിൻ്റെ പുരോഗതിയുടെ ബേസ് ഈ ഭരണമാറ്റമാണ്. അതാണ് എൻ്റെ വാദം. അതിന് എതിർത്തെളിവാണ് ത്രിപുര, എതിർത്തെളിവാണ് വെസ്റ്റ് ബംഗാൾ.